ഇന്ന് +1 ക്ലാസ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. പക്ഷേ ഈ +1 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോഴും അതിലെ പ്രതിഷേധം നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവൂ. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്കൊക്കെ തയ്യാറായിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെയാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് ഈ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോഴും ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുമുണ്ട്. അനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാലത്തും ഈ +1ന്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പതിവായി കേൾക്കാറുള്ളതാണ് സീറ്റ് പ്രതിസന്ധി ഉണ്ട്. അത് പ്രത്യേകിച്ച് മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയിലുമാണ്. കാരണം എല്ലാ തവണയും വിജയ ശതമാനം കൂടുതലും മുഴുവൻ ഈ വിഷയങ്ങൾക്ക് A+ ലഭിക്കുന്നതും ഉന്നത വിജയത്തിനും ഉപരിപഠനത്തിനും ഒക്കെ തന്നെ വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലുമൊക്കെ മലപ്പുറം ജില്ല, പാലക്കാട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലാണ്. സ്വാഭാവികമായും സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതും ആ മേഖല കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ വർഷവും എല്ലാ തവണയും നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ വിവാദത്തിലേക്കും വിമർശനത്തിലേക്കും ഒക്കെ എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത്തവണയും അതിനൊരു കുറവുമില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാനിരിക്കുന്ന സമയത്ത് ഉന്നത വിജയം നേടിയ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും പടിക്ക് പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിലാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വലിയ രീതിയിലുള്ള വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ എത്തുന്നത്. ഒപ്പം തന്നെ അതിൽ പ്രതിഷേധവും ശക്തമാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. നിയമസഭയിലടക്കം പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അന്നടക്കം ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ കണക്കുകൾ നിരത്തിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത്. അങ്ങനെ കണക്കുകൾ ചൂണ്ടി അവകാശപ്പെട്ടത് സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകില്ല, ക്ലാസുകൾ തുടങ്ങി സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ അടക്കം നടക്കുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇത് തൊട്ടു പിന്നാലെ തന്നെയാണ് സ്വന്തം വിദ്യാർത്ഥി സംഘടന തന്നെ, ഇടതുപക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. MSF പ്രതിഷേധവുമായി എത്തി, ABVP ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തി, KSU ശക്തമായ പ്രതിഷേധം അറിയിച്ചു. എന്നിട്ട് പോലും അനങ്ങാത്ത കുലുങ്ങാത്ത മറുപടിയില്ലാത്ത മന്ത്രിയാണ് ഇന്നലെ SFI പ്രതിഷേധ സമരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് നൽകിയതോടുകൂടി ഈ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ബാധിക്കുന്ന ഒരു പക്ഷേ മലബാർ മേഖലയെ തന്നെയാണ്.